ഒന്ന് സങ്കല്പിക്കുക, നിങ്ങൾ ഏറെ നാളത്തെ ആഗ്രഹപ്രകാരം വിലപിടിപ്പുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അത് കേടാവുകയും കടയുടമ അത് മാറ്റി നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി നിങ്ങൾ ഉപഭോക്തൃ സഹകരണ സമിതിയെ അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വിഭാഗത്തെ സമീപിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുത്ത് ഇന്റർനെറ്റിൽ തിരയുകയും ആദ്യം കാണുന്ന ലിങ്കിൽ കയറി നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. മണിക്കൂറുകൾക്കകം നിങ്ങളെ തേടി ഒരു ഔദ്യോഗിക ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ പരാതി കേൾക്കാനും പരിഹാരം കാണാനും ഉദ്യോഗസ്ഥർ തയ്യാറാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ആശ്വാസം തോന്നിയേക്കാം. എന്നാൽ ആ ഫോൺ കോൾ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ സമ്പാദ്യവും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ഇതേതെങ്കിലും സിനിമയിലെ ഒരു സാങ്കല്പിക കഥയല്ല, മറിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇന്ന് ദിനംപ്രതി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സൈബർ തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖമാണ്. ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതം എളുപ്പമാക്കിയതിനൊപ്പം തന്നെ ഇത്തരം അദൃശ്യരായ കൊള്ളക്കാർക്ക് പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് തട്ടിപ്പുകാരുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ലോട്ടറി അടിച്ചുവെന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സമ്മാനങ്ങൾ വന്നിട്ടുണ്ടെന്നോ പറഞ്ഞായിരുന്നു ആളുകളെ കബളിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആളുകൾ കൂടുതൽ ബോധവാന്മാരായതോടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും അവരുടെ വിശ്വാസത്തെയും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് സൈബർ ക്രിമിനലുകൾ മാറിയിരിക്കുന്നു. ഇന്റർനെറ്റിൽ ഉപഭോക്തൃ സംരക്ഷണ വെബ്സൈറ്റുകൾ തിരയുമ്പോഴാണ് ഈ ചതിക്കുഴിയുടെ യഥാർത്ഥ തുടക്കം. തട്ടിപ്പുകൾ സെർച്ച് എഞ്ചിനുകളിൽ പണം നൽകി പരസ്യങ്ങൾ നൽകുകയും അതുവഴി തങ്ങളുടെ വ്യാജ വെബ്സൈറ്റുകൾ ആളുകൾ തിരയുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ സർക്കാർ വെബ്സൈറ്റുകളോട് കിടപിടിക്കുന്ന തരത്തിലായിരിക്കും ഇവയുടെ രൂപകൽപ്പന. ഇതിൽ പ്രവേശിക്കുന്ന ഒരു സാധാരണക്കാരന് ഇത് വ്യാജനാണെന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. തുടർന്ന് ഈ വെബ്സൈറ്റിൽ സ്വന്തം പേര്, ഇമെയിൽ വിലാസം, ഫോൺ നമ്പർ, പരാതിയുടെ പൂർണ്ണ വിവരങ്ങൾ എന്നിവ ഉപഭോക്താവ് തന്നെ സ്വന്തം കൈകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇത് തട്ടിപ്പുകാർക്ക് നൽകുന്ന മുൻതൂക്കം ചെറുതൊന്നുമല്ല. ഇരയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിലൂടെ അവർക്ക് വളരെ കൃത്യമായ ഒരു തിരക്കഥ തയ്യാറാക്കാൻ സാധിക്കുന്നു. ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇരുട്ടുമുറിയിൽ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് സങ്കീർണമായ കോഡുകൾ ടൈപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹാക്കിംഗ് നടക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് സാങ്കേതിക ഭാഷയിൽ വിളിക്കുന്നത്. വ്യാജ വെബ്സൈറ്റിൽ വിവരങ്ങൾ നൽകി മണിക്കൂറുകൾക്കകം തട്ടിപ്പുകാർ ഔദ്യോഗിക പ്രതിനിധി എന്ന വ്യാജേന ഇരയെ ഫോണിൽ ബന്ധപ്പെടുന്നു. വളരെ പ്രൊഫഷണലായി സംസാരിക്കുന്ന ഇവർ വെബ്സൈറ്റിൽ നൽകിയ പരാതിയുടെ വിവരങ്ങൾ കൃത്യമായി ഇരയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഏത് കടയിൽ നിന്നാണ് സാധനം വാങ്ങിയതെന്നും എന്താണ് പ്രശ്നമെന്നും അവർ ചോദിച്ചറിയുന്നതിന് പകരം ഇങ്ങോട്ട് പറയുന്നു. ഇതോടെ സംസാരിക്കുന്നത് യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് ഉപഭോക്താവ് എത്തിച്ചേരുന്നു. പിന്നീട് തട്ടിപ്പുകാർ പറയുന്നതെന്തും അനുസരിക്കാൻ ഇര തയ്യാറാവുകയാണ്. കടയുടമയ്ക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും നഷ്ടപരിഹാര തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു തരികയാണെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഒരു വാഗ്ദാനത്തിലാണ് ഇരകൾ പൂർണ്ണമായും വീണുപോകുന്നത്. വിശ്വാസം പൂർണ്ണമായും നേടിയെടുത്ത ശേഷം നഷ്ടപരിഹാര തുക സുരക്ഷിതമായി കൈമാറുന്നതിനായി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നു. ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ സുരക്ഷാ ആപ്ലിക്കേഷനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് ചെയ്യിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകാൻ സഹായിക്കുന്ന റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകളാണ്. ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഓൺലൈൻ ബാങ്കിംഗ് ലോഗിൻ ചെയ്യാൻ ഇവർ നിർദ്ദേശിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം സംഭവിക്കുന്നത്. റിമോട്ട് ആക്സസ് ആപ്പ് പ്രവർത്തിക്കുന്നതിനാൽ ഇരയുടെ ഫോൺ സ്ക്രീനിൽ തെളിയുന്ന ഓരോ കാര്യങ്ങളും ലോകത്തിന്റെ മറ്റൊരു കോണിലിരുന്ന് തട്ടിപ്പുകാരന് വ്യക്തമായി കാണാൻ സാധിക്കും. ബാങ്കിന്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തുന്നത് അവർ ഒപ്പിയെടുക്കുന്നു. ഇതിനു പുറമെ ബാങ്ക് ഇടപാടുകൾ പൂർത്തിയാക്കാൻ വരുന്ന OTP മെസ്സേജുകളും ഈ സ്ക്രീൻ പങ്കിടൽ വഴി അവർ നിമിഷ നേരം കൊണ്ട് ചോർത്തുന്നു. ഉപഭോക്താവ് തന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് കാത്തിരിക്കുന്ന ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തട്ടിപ്പുകാർ അനധികൃതമായി തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. പണം നഷ്ടപ്പെട്ടുവെന്ന് ബാങ്കിൽ നിന്നും സന്ദേശം വരുമ്പോൾ മാത്രമാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ഇര തിരിച്ചറിയുന്നത്. ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ദുബായ് പോലീസ് വളരെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കീഴിലുള്ള ആന്റി ഫ്രോഡ് സെന്റർ വ്യക്തമാക്കുന്നത് പരാതികൾ സമർപ്പിക്കുന്നതിനായി എപ്പോഴും ഔദ്യോഗിക ചാനലുകൾ മാത്രം ഉപയോഗിക്കണമെന്നാണ്. ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനമോ ബാങ്കോ പോലീസോ ഒരിക്കൽ പോലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ, പാസ്വേഡുകൾ, OTP എന്നിവ ഫോണിലൂടെ ചോദിക്കുകയില്ല. അതുപോലെ തന്നെ പരാതി പരിഹരിക്കുന്നതിനായി സ്ക്രീൻ പങ്കിടുന്ന തരത്തിലുള്ള യാതൊരുവിധ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുകയുമില്ല. ഈ ഒരു അടിസ്ഥാനപരമായ അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്റർനെറ്റിൽ വെബ്സൈറ്റുകൾ തിരയുമ്പോൾ അവയുടെ അഡ്രസ്, അതായത് URL കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. സ്പോൺസേഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പരസ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം.
ഇനി ഏതെങ്കിലും കാരണവശാൽ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ ഉണ്ടായാൽ ഒട്ടും സമയം പാഴാക്കാതെ അധികൃതരെ വിവരമറിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദുബായ് പോലീസിന്റെ ഔദ്യോഗിക ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി തന്നെ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനു പുറമെ 901 എന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്യാം. നാണക്കേട് ഭയന്നോ അല്ലെങ്കിൽ പണം തിരികെ ലഭിക്കില്ലെന്ന നിരാശ കൊണ്ടോ പരാതിപ്പെടാതിരിക്കുന്നത് ഇത്തരം ക്രിമിനലുകൾക്ക് കൂടുതൽ കരുത്ത് നൽകുകയേ ഉള്ളൂ. സാങ്കേതിക വിദ്യ ഒരു ഇരുതല വാളാണ്. അത് നമ്മുടെ ജീവിതം സുഗമമാക്കാൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നാം നിരന്തരം ബോധവാന്മാരായിരിക്കുകയും വേണം. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാൻ. സംശയമുള്ള ലിങ്കുകൾ തുറക്കാതിരിക്കുക, അപരിചിതമായ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, സ്വന്തം വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സുരക്ഷ നമ്മുടെ തന്നെ കൈകളിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.